പെരുമ്പാവൂർ ഔഷധി ജംഗ്ഷനിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ മുൻവശത്തെ കാനയിലെ ബ്ലോക്ക് മാറ്റി വേസ്റ്റ് വെള്ളം കാനയിലൂടെ തന്നെ തുറന്നുവിട്ട് വെള്ളക്കെട്ട് ഒഴിവാക്കി. കാന പുനർനിർമ്മിക്കുമെന്നും 2 ദിവസത്തിനകം നിർമ്മാണം ആരംഭിക്കുമെന്നും എൽദോസ് കുന്നപ്പള്ളി MLA വ്യക്തമാക്കി. ബന്ധപ്പെട്ട പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് തീരുമാനമായത്. ജലജീവൻ മിഷൻ പൈപ്പിടുന്നതിന് വേണ്ടി പൊളിച്ച റോഡ് വേഗത്തിൽ ടാർ ചെയ്യുന്നതിന് വേണ്ട നിർദ്ദേശവും MLA ഉദ്യോഗസ്ഥർക്ക് നൽകി. പെരുമ്പാവൂർ കൂവപ്പടി റോഡിൽ ലിസ്റ്റ് ഇറിഗേഷൻ കനാൽ കടന്നുപോകുന്ന ഭാഗത്ത് ലീക്ക് അധികരിച്ച് റോഡ് താറുമാറാകുന്നത് തടയാൻ MLA ഫണ്ടിൽ നിന്ന് തുക വകയിരുത്തുമെന്ന് MLA അറിയിച്ചു. 5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന നമ്പിള്ളി തോട്ടുപാറ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ജൂലൈ 4-ാം തീയതി വൈകിട്ട് 4 മണിക്ക് നിർവഹിക്കും. പാണിയേലി മൂവാറ്റുപുഴ റോഡിന്റെ അവശേഷിക്കുന്ന പ്രവൃത്തികൾക്കുള്ള 140 ലക്ഷം രൂപയുടെ ടെൻഡർ ആയതായും ടെൻഡർ ജൂലൈ 4-ാം തീയതി തുറന്ന് എത്രയും വേഗം പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും MLA അറിയിച്ചു. ചിത്രപ്പുഴ പോഞ്ഞാശ്ശേരി റോഡിലെ 25 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കലുങ്ക് ഓണംകുളം ഊട്ടിമറ്റം റോഡിലെ ടൈൽ വിരിക്കൽ പൂർത്തിയാകുന്ന മുറയ്ക്ക് ആരംഭിക്കും. ആലുവ മൂന്നാർ റോഡിലെ വിവിധ സ്ഥലങ്ങളിൽ കാനകൾ നിർമ്മിക്കുന്ന 23 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ ഈ മാസം തന്നെ ആരംഭിക്കുമെന്നും MLA പറഞ്ഞു. കൂട്ടുമടം മലമുറി വളയൻചിറങ്ങര റോഡിന്റെ 2 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഭരണാനുമതിക്കായി സമർപ്പിച്ചുവെന്നും ഓണംകുളം ഊട്ടിമറ്റം റോഡിന്റെ BMNBC നിലവാരത്തിൽ 7 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്നതിന്റെ എസ്റ്റിമേറ്റ് ഈ ആഴ്ച സമർപ്പിക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. എൽദോസ് കുന്നപ്പള്ളി MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാമോൻ KK എന്നിവരും ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഭാരവാഹികളും പൊതുമരാമത്തിലെയും ജലസേചന വകുപ്പിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. പെരുമ്പാവൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് പ്രവീൺ S. നായർ ഡിജിറ്റൽ രൂപത്തിൽ അവതരണം നടത്തി. അടുത്ത ദിവസങ്ങളിൽ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയുടെയും മർച്ചന്റ് അസോസിയേഷൻ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ എന്നിവരുടെയും മുമ്പാകെ പ്രവീണിന്റെ നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുമെന്ന് എൽദോസ് കുന്നപ്പള്ളി MLA പറഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ ഉള്ളതുപോലെ എതിർദിശയിൽ നിന്ന് വാഹനങ്ങൾ വരാത്ത വിധം സൂക്ഷ്മതയിലാണ് പ്രവീൺ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരിക്കുന്നതെന്നും MLA അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.